അലാ അല്ലാ യുശ്രിക്ന ബില്ലാഹി ശൈആ. ഈ ആയത്തിന്റെ വെളിച്ചത്തിൽ മഹാനായ മുജദ്ദിദ് അൽ-ഫതാനി റഹ്മത്തുള്ളാഹി അലൈഹി വീണ്ടും വിശദീകരിക്കുന്നു. ദീപാവലി പോലുള്ള ദിവസങ്ങളിൽ വിവരമില്ലാത്ത മുസ്ലിംകളിലെ പുരുഷന്മാരും സ്ത്രീകളും അനിസ്ലാമിക ആഘോഷങ്ങളും ആചാരങ്ങളും അനുഷ്ഠിക്കുകയും പെരുന്നാൾ പോലെ കൊണ്ടാടുകയും സംഭാവനകൾ കൈമാറുകയും പാത്രങ്ങളെല്ലാം നിറം പൂശി അതിൽ ചുവന്ന ആഹാരം നിറച്ചു കൊടുത്തു വിടുകയും ചെയ്യാറുണ്ട്. ഇതെല്ലാം ഇസ്ലാമിൽ നിന്നും പുറത്തു പോകുന്ന കാര്യങ്ങളാണ്. സുബ്ഹാനല്ലാഹ്. മുഴുവൻ ഫിഖ്ഹിന്റെ കിതാബുകളിലും അവസാന ഭാഗത്തൊരു അധ്യായമുണ്ട്, കിതാബ് റിദ്ദ. ബഹുമാനപ്പെട്ട ആലിമീങ്ങൾ അത് പ്രത്യേകം പാരായണം ചെയ്ത് സമുദായത്തിന് ഉത്ബുദ്ധരാക്കാൻ അപേക്ഷിക്കുന്നു. മുർത്തദ്ദാക്കുന്ന കാര്യങ്ങൾ അതിൽ ഈ വിഷയങ്ങളെല്ലാം പറയുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു ഉണർത്തുന്നു, വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ. ബഹുഭൂരിഭാഗം ജനങ്ങളും അല്ലാഹുവിനോട് വല്ല വസ്തുവിനെയും പങ്കു ചേർത്തുകൊണ്ട് മാത്രമേ അല്ലാഹുവിൽ വിശ്വസിക്കുന്നുള്ളൂ. ചിലർ ജന്തുക്കളെ മഹാന്മാർക്ക് വേണ്ടി നേർച്ച നേരുകയും അവരുടെ ഖബറിന്റെ അടുത്ത് വെച്ച് അവയെ അറുക്കുകയും ചെയ്യാറുണ്ട്. ഇത് ഷിർക്കാണെന്ന് ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങളിൽ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു. മുഹീദ്ദീൻ ഷേഖിനോട് സ്നേഹമുണ്ടോ? വളരെ നല്ല കാര്യം. ദിഫായി ഷേഖിനോട് സ്നേഹമുണ്ടോ? വളരെ നല്ല കാര്യം. അതിനെന്ത് ചെയ്യണം? ഒന്നാം മഹാന്മാരെ പഠിക്കൽ. ജീവിതകാലം മുഴുവനും അല്ലാ 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 എന്ന് പറഞ്ഞു നടന്ന് ജനങ്ങളെ പഠിപ്പിച്ച മഹാത്മാക്കൾ, അതിനുവേണ്ടി അവർക്ക് വേണ്ടി ദുആ ചെയ്ത മഹാത്മാക്കൾ, അവരെ പഠിക്കൻ. രണ്ടാമതായി അവരുടെ ജീവിതം കഴിവിന്റെ പരമാവധി ഉൾക്കൊള്ളിൻ. രാത്രിയെല്ലാം പടച്ചവന് സുജൂദ് ചെയ്ത മഹാന്മാരായിരുന്നു. പകലുകളെല്ലാം ഇബാദത്ത് ചെയ്തുകൊണ്ട് ദാസന്മാരെ പടച്ചവനെ കുറിച്ചുണർത്തിയ മഹാന്മാരായിരുന്നു. പച്ച മലയാളത്തിലും മുഹീദ്ദീൻ ഷേഖിന്റെ രചനകൾ ഇറങ്ങിയിട്ടുണ്ട്. ഫുതുഹുൽ ഗൈബ് അത് ആരംഭിക്കുന്നത് തന്നെ ഇപ്രകാരമാണ്: അൽഹംദുലില്ലാ, അല്ലാഹുവിനാണ് സർവസ്തുതിയും. അല്ലദീ അഹ്യാ വ അമാത, ജീവിപ്പിക്കുന്നവനായ അല്ലാ, മരിപ്പിക്കുന്നവനായ അല്ലാ. വഖലഖ ഫസവ്വ, എല്ലാം പടച്ചവനായ അല്ലാ, എല്ലാം നേരെയാക്കിയവനായ അല്ലാ. വഖദ്ദറ ഫഹദ, എല്ലാം തീരുമാനിച്ച അല്ലാ, എല്ലാത്തിനും വഴി കാണിക്കുന്ന അല്ലാ. ആ മഹാന്മാരുടെ ജീവിതം അതായിരുന്നു. റിഫായി ഷേഖ് എന്താണ്? അള്ളാഹുവിനെ പറ്റി ഭയങ്കര ഉപദേശം. ആ മഹാന്മാരുടെ ജീവിതം മനസ്സിലാക്കിൻ, അതിനെ കഴിവിന്റെ പരമാവധി നമ്മൾ പിൻപറ്റിൻ. ഇനി മൃഗത്തെ വല്ലത് മറക്കാനുള്ള ആഗ്രഹമുണ്ടെങ്കിലോ നല്ല വഴിയുണ്ട്. ഒന്ന്, ആ മഹാന്മാര് അറുക്കാൻ പ്രേരിപ്പിച്ച സുന്നത്തായ അറവുകളെ ആദ്യമായി നിർവഹിക്കിൻ. ഉദ്ഹിയ അറുക്കിൻ, അഖീഖ അറുക്കിൻ. ഇനി അതിനുശേഷം വീണ്ടും അറുക്കാൻ ആഗ്രഹം, അള്ളാഹുവിന്റെ നാമത്തിൽ പടച്ചവന്റെ അടുപ്പത്തിന് വേണ്ടി അറുക്കിൻ. എന്നിട്ട് അതിന്റെ മാംസം ദാനം ചെയ്യിൻ. അതിന്റെ പ്രതിഫലം മഹാന്മാർക്ക് എത്തിച്ചു കൊടുക്കിൻ. ഒന്നാം തരം വഴിയുണ്ടായിരിക്കവേ എന്തിനാണ് വളഞ്ഞ വഴികളും അബദ്ധത്തിന്റെ മാർഗങ്ങളും സ്വീകരിക്കുന്നത്? മഹാന്മാർക്ക് വേണ്ടി അറുക്കാനുള്ള വഴി ഇതാണ്. നമ്മൾ അള്ളാഹുവിന്റെ പേരിൽ അറുക്കിൻ, പടച്ചവന്റെ സാമീപ്യത്തിന് അറുക്കിൻ, അതിന്റെ എല്ലാം ദാനം ചെയ്യിൻ. എന്നിട്ട് ദുആ ചെയ്യിൻ, യാ അല്ലാ, നീ ഇതിന്റെ പ്രതിഫലം മഹാനായ മുഹീദ്ദീൻ ഷേഖിനും എല്ലാ മഹാന്മാർക്കും എത്തിച്ചു കൊടുക്കണമേ. പടച്ചവനെ അവരെ അനുഗ്രഹിക്കണമേ. അവരോടുള്ള സ്നേഹത്തിന്റെ പേരിൽ ഞങ്ങളെയും നീ അനുഗ്രഹിക്കണമേ റബ്ബേ. എന്ത് കിട്ടുമെന്നറിയാവോ? ഒരാടിനെ അറുത്ത് ഇങ്ങനെ ചെയ്താൽ എത്ര മഹാന്മാര് ഉണ്ടോ അവരുടെ എണ്ണത്തിനനുസരിച്ച് ആടിനെ അറുത്ത് ദാനം ചെയ്ത് അതിന്റെ പ്രതിഫലം അവർക്ക് എത്തിച്ചു കൊടുത്ത കൂലി കിട്ടും.
അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരുമാറാകട്ടെ. ശൈത്താൻ ഭയങ്കര സൂക്ഷ്മതയോടുകൂടിയാണ് വഴിതിരിച്ചു വിടുന്നത്. അള്ളാഹു ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ഈ സമുദായത്തിന് നൽകിയ വലിയ അനുഗ്രഹങ്ങളാണ്. 1, മഹാന്മാരോടുള്ള സ്നേഹം. 2, മഹാന്മാർക്ക് സവാബുകൾ എത്തിച്ചു കൊടുക്കൽ. 3, ഖബറുകൾ സിയാറത്ത് ചെയ്യൽ. വളരെ ലളിതവുമാണ്, ഭയങ്കര കൂലിയുമാണ്. ഒരു മഹാനെ ആത്മാർത്ഥമായി സ്നേഹിച്ച് കഴിവിന്റെ പരമാവധി പിൻപറ്റിൻ, നാളെ ആ മഹാന്റെ കൂട്ടത്തിലായിരിക്കും. എന്തു വലിയ ലാഭം! അള്ളാഹു തൗഫീഖ് തരട്ടെ. ഒരു മഹാന്റെ പേരിൽ നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹുവിന്റെ നാമത്തിൽ അറുത്ത്, പടച്ചവനുമുള്ള സാമീപ്യത്തിന് വേണ്ടി അറുത്ത്, അതിന്റെ ഇറച്ചി മാംസം ദാനം ചെയ്ത് അതിന്റെ പ്രതിഫലം മഹാന്മാർക്ക് എത്തിച്ചു കൊടുക്കിൻ. മഹാന്മാരുടെ എണ്ണത്തിന് കൂലി കിട്ടും. അല്ലാമ റഷീദ് അഹമ്മദ് ഗംഗോഹി റഹ്മത്തുള്ളാഹി വിവരിക്കുന്നുണ്ട്. മക്കാനി മസ്ജിദിന്റെ അതിന്റെ ഖബർസ്ഥാനിന്റെ അരികിലൂടെ പോവുകയാണ്. കൊല്ലം റെയിൽവേ സ്റ്റേഷൻ ട്രെയിനിൽ കൂടി പോവുകയാണ്. അള്ളാഹു ചെയ്ത അനുഗ്രഹം മാത്രം പറയുന്നു. കൊല്ലത്ത് ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ മനസ്സിന് ഏറ്റവും വലിയ അനുഭൂതി ഉണ്ടാകുന്നത് ആ ഖബർസ്ഥാൻ കാണുമ്പോൾ, അവർക്കൊരു സലാം പറയുമ്പോൾ, ഖുർആൻ ശരീഫ് വല്ലതും ഓതുമ്പോഴാണ്. വാഹനം ബ്രേക്ക് പിടിക്കുമ്പോൾ തന്നെ, ട്രെയിൻ അതിന് ഇത് കുറയ്ക്കുമ്പോൾ തന്നെ അൽഹംദുലില്ലാഹ് വലിയ കൂർക്കം വരച്ചുള്ള ഉറക്കമല്ലെങ്കിൽ പതുക്കെ എഴുന്നേറ്റ് പറ്റുന്നത് ഓതി ഒന്ന് സലാം പറയാറുണ്ട്. എന്ത് കൂലിയാ കിട്ടുന്നറിയാം? ഒരു സലാം പറയിൻ, അവിടെയുള്ള മുഴുവൻ ആളുകളുടെയും എണ്ണത്തിനനുസരിച്ച് കൂലി കിട്ടും. യാ റഹ്മാൻ, അള്ളാഹുവെ നീ ഇവർക്ക് പുറത്തു കൊടുക്കണമേ എന്ന് പറയിൻ, അവിടെയുള്ള ആളുകളുടെ എണ്ണത്തിനനുസരിച്ച് അള്ളാഹുത്തിന് എനിക്ക് മഗ്ഫിറത്ത് നൽകും. ഇതാണ് ശൈത്താൻ തിരിച്ചുവിട്ടത്. മഹാന്മാരോടുള്ള സ്നേഹം, അവർക്ക് വേണ്ടി സവാബ് എത്തിച്ചു കൊടുക്കൽ, അവരുടെ ഖബർ സിയാറത്ത് ചെയ്യൽ, ചെറിയ കാര്യം വലിയ ഫലമുള്ളത്. അതിനെ ശൈത്താൻ ശിർക്കിലേക്ക്, ബിദ്അത്തിലേക്ക് തിരിച്ചുവിടുന്നു. അതുകൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങളെ സൂക്ഷിക്കേണ്ടതാണ്. എന്നിട്ട് മുജദ്ദിദ് തന്നെ പറയുന്നു, സഹോദരി, നേർച്ചയ്ക്ക് അനുവദനീയമായ മറ്റ് പല രീതികളുമുള്ളപ്പോൾ എന്തിനാണ് നിരോധിക്കപ്പെട്ട ഈ രീതി സ്വീകരിക്കുന്നത്? ഇതുപോലെ മഹാന്മാരുടെ പേരിൽ നോമ്പ് പിടിക്കുകയും ഓരോ നോമ്പിനും ചില പ്രത്യേക ആഹാരവും ദിവസവും നിശ്ചയിക്കുകയും അവയിലൂടെ മഹാന്മാരോട് സഹായം തേടുകയും അതിലൂടെ കാര്യം സാധിക്കുമെന്ന് കരുതുകയും ചെയ്യുന്ന പതിവും സ്ത്രീകളിലുണ്ട്. സഹോദരിമാരെ പ്രത്യേകം ഉണർത്തുകയാണ്. നോമ്പ് പിടിക്കൻ, അള്ളാഹുവിന്റെ പേരിൽ പിടിക്കൻ, പടച്ചവന് വേണ്ടി പിടിക്കൻ. ഫർളായ നോമ്പ് തന്നെ ആവശ്യത്തിനുണ്ട്. അതുപോലെ സ്പെഷ്യൽ ആഹാരമൊന്നുമില്ല, സാധാരണ ആഹാരം. നോമ്പ് കഞ്ഞി എന്ന് പറഞ്ഞുകൊണ്ട് കഞ്ഞി നമ്മൾ ഇറക്കിയിട്ടുണ്ട്. നോമ്പിന് മാത്രമേ ഇറക്കാവൂ, വേറെ ആരും തൊട്ടുപോകരുത്. ഒന്നുമില്ല സഹോദരങ്ങളെ. നോമ്പിന് പ്രത്യേകമായിട്ട് ആ കഞ്ഞി ഉണ്ടാക്കി നമ്മൾ കുടിക്കും, മറ്റുള്ളവരെ കുടിപ്പിക്കും. അല്ലാത്തപ്പോഴും ഉണ്ടാക്കി കുടിപ്പിക്കും. ഇബാദത്തിൽ അള്ളാഹുവിനോട് പങ്കുചേർക്കുന്ന വിഭാഗത്തിൽപ്പെട്ടതാണ് ഇതെല്ലാം. നോമ്പ് അള്ളാഹുവിന് വേണ്ടി മാത്രമേ അനുഷ്ഠിക്കാമൂ. നോമ്പ് ഞങ്ങൾ അള്ളാഹുവിന് വേണ്ടിയാണ് അനുഷ്ഠിക്കുന്നത്. അതിന്റെ പ്രതിഫലം മഹാന്മാർക്ക് എത്തിച്ചു കൊടുക്കുക മാത്രമാണ് ഞങ്ങൾ ചെയ്യുന്നതെന്ന് ചില സ്ത്രീകൾ ന്യായം പറയാറുണ്ട്. ഇത് വെറും ദുർന്യായമാണ്. നോമ്പിന്റെ വിഷയം നേരത്തെ പറഞ്ഞതുപോലെ ദാനധർമ്മത്തിന്റെ വ്യാഖ്യാനം ഇവിടെ പറഞ്ഞു. ഞങ്ങൾ അള്ളാഹുവിന്റെ പേരിൽ നോമ്പ് പിടിക്കുന്നത്, പ്രതിഫലം അവർക്ക് എത്തിച്ചു കൊടുക്കുന്നു, അതിനിങ്ങനെ പേര് വെച്ചെന്നേ ഉള്ളൂ. ഇതും ദുർന്യായമാണ്. അവർ പറയുന്നത് ശരിയാണെങ്കിൽ പിന്നെ അതിനുവേണ്ടി പ്രത്യേക ദിവസവും ആഹാരവും ആചാരങ്ങളും പടച്ചുണ്ടാക്കുന്നതും നോമ്പ് തുറക്കുന്ന സമയത്ത് മഹാന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതും അതിലൂടെ കാര്യം സാധിക്കുമെന്ന് വിശ്വസിക്കുന്നതും എന്തിനാണ്? അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ഇതിനെ പ്രത്യേകം സൂക്ഷിക്കണം. അലാ അല്ലാ യുശ്രിക്ന ബില്ലാഹി ശൈആ. രണ്ടാമത്തെ ശിർക്ക് പടച്ചവൻ അല്ലാത്തവർക്ക് വേണ്ടി ചെയ്യൽ. ഇത് നമ്മളെ പിടികൂടുന്ന രണ്ടാമത്തെ രോഗമാണ്. ആദ്യം വ്യക്തമായ ശിർക്കിൽ നിന്നും രക്ഷപ്പെടുമ്പോൾ രണ്ടാമത്തെ ശിർക്കിനെ ശൈത്താൻ പ്രേരിപ്പിക്കും. നിസ്കരിക്കാൻ അള്ളാഹുവിന് വേണ്ടി, പക്ഷെ അത് ആൾക്കാരെ കാണിക്കാൻ വേണ്ടി. നോമ്പ് പിടിച്ചുകൊള്ളിൻ, വളരെ നല്ലതാണ്. വഴി നീളെ നടന്ന് കാർക്കിച്ചു തുപ്പി ഒന്ന് വയറെല്ലാം ഒന്ന് തടകി
മഗ്രിബിനും വലിയ ബഹളമൊക്കെ ഉണ്ടാക്കി ഒന്ന് 10 പേര് കാണട്ടെ. ഹജ്ജ് പെരുമ്പറ കൊട്ടിക്കൊണ്ട് ഹജ്ജിന്റെ യാത്ര നടത്തുക. വന്നു കഴിഞ്ഞാൽ അതിന്റെ ത്യാഗത്തിന്റെ വിശദീകരണം ഇങ്ങനെ വിശദീകരിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. മസ്ജിദുൽ ഹറാമിൽ ഇരിക്കുകയാണ്. ഒരു മഹാനോട് ചോദിക്കപ്പെട്ടു, താങ്കൾ എത്ര ഹജ്ജ് ചെയ്തിട്ടുണ്ട്? അദ്ദേഹം ഉടനെ കരഞ്ഞു, സഹോദര, ഇങ്ങനെയല്ല ചോദിക്കേണ്ടത്, എത്ര കബൂലായ ഹജ്ജ് ചെയ്തെന്ന് ചോദിക്കിൻ. നിങ്ങൾ എന്നെയും നിങ്ങളെയും നന്നാക്കാൻ നോക്കിൻ, ദയവീത് എന്നെയും നിങ്ങളെയും ചീത്തയാക്കാതിരിക്കിൻ. എത്ര ഹജ്ജ് ചെയ്തെന്നല്ല ചോദിക്കും, എത്ര ഹജ്ജ് കബൂലായെന്ന് ചോദിക്കിൻ. എത്ര ഖുർആനിന്റെ ദർസ് നടത്തി, എത്ര ഹദീസിന്റെ ദർസ് നടത്തി, എത്ര ദഅവത്ത് ചെയ്തു, എത്ര നന്മകൾ പ്രവർത്തിച്ചു എന്നല്ല ചോദിക്കേണ്ടത്, എത്ര എണ്ണത്തിന് അള്ളാഹു കബൂലാക്കി എന്ന് ചോദിക്കിൻ. അള്ളാഹു കബൂലാക്കട്ടെ എന്ന് പറയിൻ. ആകയാൽ സഹോദരങ്ങളെ, നീയത്ത് ശരിയാക്കണം. നീയത്ത് മോശമാകുന്നതും ശിർക്കാണ്. മൻ സല്ലാ യുറാഇ ഫഖദ് അശ്റക വമൻ സ്വമ യുറാഇ ഫഖദ് അശ്റക വമൻ തസദ്ദഖ യുറാഇ ഫഖദ് അശ്റക. അല്ലാഹു അക്ബർ. ആരാണോ ജനങ്ങളെ കാണിക്കാൻ വേണ്ടി നിസ്കരിച്ചത് അവൻ ശിർക്ക് വെച്ചു. ആരാണോ ജനങ്ങളെ കാണിക്കാൻ വേണ്ടി നോമ്പ് പിടിച്ചത് അവൻ ശിർക്ക് വെച്ചു. ആരാണോ അവൻ ജനങ്ങളെ കാണിക്കാൻ വേണ്ടി സദഖ ചെയ്തത് അവൻ ശിർക്ക് വെച്ചുവെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് വിവരിച്ചുകൊണ്ട് മഹാനായ അബൂ ഹുറൈറ പറയും റളിയല്ലാഹു അൻഹു, കൂടെ കൂടെ ബോധം കെട്ട് വീഴുമായിരുന്നു റഹ്മാനെ. ആദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അരളി, നാളെ ആഖിറത്തിൽ ആദ്യം വിചാരണയ്ക്ക് കൊണ്ടുവരുന്നതിന് ഷഹീദിനെയായിരിക്കും, ദീനിന്റെ മാർഗത്തിൽ രക്തമൊലിപ്പിച്ച വ്യക്തിയെയായിരിക്കും. പടച്ചവൻ അവനോട് ചോദിക്കും, നീ എനിക്ക് വേണ്ടി എന്ത് ചെയ്തു? റഹ്മാനെ, പോരാടി പോരാടി ചോരോലിപ്പിച്ചു മരിച്ചു. അള്ളാഹു പറയും, ഇല്ലില്ല, എനിക്ക് വേണ്ടിയല്ലായിരുന്നു, ധീരവീര കേസരിയാണെന്ന് പറയപ്പെടാനും രക്തസാക്ഷികൾ സിന്ദാബാദെന്ന് വിളിക്കാനുമായിരുന്നു ചെയ്തത്. അത് ലോകത്ത് വെച്ച് തന്നെ നിർവഹിക്കപ്പെട്ടു. ഇവിടെ ഒന്നുമില്ല, നരകത്തിലേക്ക് പൊയ്ക്കൊള്ളുക എന്ന് പറയുന്നതാണെന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഇത്രയും പറഞ്ഞ് മറിഞ്ഞു വീണു. ശേഷം ബോധം വന്നപ്പോൾ മഹാനവറുകൾ അടുത്ത വചനം പറഞ്ഞു, രണ്ടാമതായി അള്ളാഹു കൊണ്ടുവരുന്നതിന് പണ്ഡിതരെയായിരിക്കും. അള്ളാഹുവേ, ഞങ്ങളെ കാത്തുരക്ഷിക്കണേ. അള്ളാഹുവേ, ഞങ്ങളുടെ പ്രസംഗങ്ങളെ, എഴുത്തുകളെ, ഞങ്ങളുടെ മുഴുവൻ കർമ്മങ്ങളെയും നിന്റെ അനുഗ്രഹം കൊണ്ട് നീ കാത്തുരക്ഷിക്കണേ. അള്ളാഹുവേ, നന്മയൊന്നും ചെയ്യുന്നില്ല, ചെയ്യുന്ന നന്മകൾ പോലും ഈ രീതിയിൽ പാഴാവുകയാണെങ്കിൽ റബ്ബേ, ഞങ്ങളുടെ കാര്യം എന്താകും? മഹാന്മാരായ മുൻഗാമികൾ രാവും പകലും അധ്വാനിച്ചു, ജീവിതം മുഴുവനും ദീനിനു വേണ്ടി കൊടുത്തു. ഞങ്ങൾ വലിയ അലസതയിലും മടിയിലും പാപത്തിലും തിന്മകളിലുമാണ്. വല്ലപ്പോഴും 15 മിനിറ്റ് ദീനിന്റെ കാര്യം സംസാരിക്കുന്നു, അലസതയോടുകൂടി പാഠമെടുക്കുന്നു. അള്ളാഹു പണ്ഡിതരെ കൊണ്ടുവന്നിട്ട് ചോദിക്കും, ഞാൻ നിനക്ക് അറിവ് നൽകിയല്ലോ, എന്ത് ചെയ്തു? അവൻ പറയും, പ്രസംഗത്തോട് പ്രസംഗം, എഴുത്തോടെഴുത്ത്, ദറസോട് ദറസ്. അള്ളാഹു പറയും, ഇല്ലില്ല, അതെല്ലാം വലിയ ത്യാഗിയായ പണ്ഡിതനെന്ന് പറയാൻ വേണ്ടിയാണ് നീ ചെയ്തത്. അത് പറയപ്പെട്ട് കഴിഞ്ഞു, ഇവിടെ ഒന്നുമില്ല, പോ നരകത്തിലേക്ക്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മറിഞ്ഞു വീണു, വെള്ളം കുടഞ്ഞു, എഴുന്നേറ്റു. എന്നിട്ട് പറഞ്ഞു, മൂന്നാമതായി കൊണ്ടുവരുന്നത് വലിയൊരു ധനാഢ്യനെയായിരിക്കും. മസ്ജിദുകളും മദ്രസകളും നിർമ്മിച്ചു, ധാരാളം ദാനധർമ്മങ്ങൾ ചെയ്തു. അവനോട് അല്ലാഹു ചോദിക്കും, തന്നിരുന്നല്ലോ പണം, എന്ത് ചെയ്തു? പടച്ചവനെ, 100 മദ്രസ, 500 മസ്ജിദ്, ധാരാളം സാധുക്കൾക്ക് സേവന സഹായങ്ങൾ. അല്ലാഹു പറയും, ഇല്ലില്ല, അതെല്ലാം ഫോട്ടോയ്ക്ക് വേണ്ടിയായിരുന്നു, അതെല്ലാം പേരിനും പെരുമയ്ക്കും വേണ്ടിയായിരുന്നു, അതവിടെ കിട്ടിക്കഴിഞ്ഞു, ഇവിടെ ഒന്നുമില്ല, പോ നരകത്തിലേക്ക്.
അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഇഖ്ലാസ് വേണം, ഇഖ്ലാസ് വേണം. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇതാണ് ശിർക്കിന്റെ രണ്ടാമത്തെ ഭാഗം, അള്ളാഹു അല്ലാത്തവർക്ക് ചെയ്യൽ. അള്ളാഹു നാം എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ.